ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ജൂലൈ 23, 25 തീയതികളിലാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ടൈം അലോട്ട്മെൻറ്റ് കിട്ടുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾ ഏത് ദിവസമാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതുള്ള ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിലെ പ്രിൻസിപ്പലിനെ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു വിവരം അറിയിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റേതെങ്കിലും കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെയും മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് കൊടുക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകരെയും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെയും ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായ വിദ്യാർത്ഥികളെയും പുതുതായി ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ വിഭാഗക്കാർ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ചെയ്ത വീഡിയോയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കി വിദ്യാർത്ഥികൾ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളങ്ങനെ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നതുമല്ല. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ കോളേജിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം ആ ഒരു ഫീസും കൂടെ കരുതിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഓക്കെ, ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഓൾറെഡി ഫീസ് അടച്ചവരാണ്. അവർ വീണ്ടും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫീസ് ട്രാൻസ്ഫർ ആവും പുതിയ കോളേജിലേക്ക്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ അടച്ച റെസീപ്റ്റ് നിങ്ങൾ കാണിച്ചാലും മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയണം. അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് പരിഗണിച്ച് മറ്റൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപാർ ID നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിലവിൽ അപാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ www.abc.gov. എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപാർ ID ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 26/7/2025 അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ തരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്